കൂട്ടുകാരി നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയാണ്. നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇനി ഇപ്പോഴത്തെ രീതിയിലുള്ള ചിക്കൻ കറിയാണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാം കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും പറയാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ചോറിനാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വരൂ, പോവാം, കാണാം. അപ്പോൾ അതിന് മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക്, പെരുംജീരകം, സാധാരണ ജീരകം, അതുപോലെ മുഴുവൻ മല്ലി, 2 വറ്റൽമുളക് കേട്ടോ. അപ്പോൾ ഇതാണ് മസാലയ്ക്ക് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നടുപിളർന്ന അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അതും കുറച്ച് ബദാമും അതുപോലെ തന്നെ 2 ഏലക്ക, 4 ഗ്രാമ്പും, ഒരു കഷ്ണം പട്ടയും, ഒരു ബേ ലീഫും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മല്ലിയും ജീരകമൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ട ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചേർന്ന പട്ടയും ഗ്രാമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ബദാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബദാം ഇല്ല വെച്ചിട്ട് അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ ചേർക്കുക അങ്ങനെ ചിന്തിക്കേണ്ട. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്തോളൂ. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്താൽ കറിക്ക് ഒരു കുറുന്നനെ ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. നന്നായി വറുത്തെടുക്കണമെന്നില്ല. അങ്ങനെ നമ്മളൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ചീഞ്ചട്ടിയിൽ തന്നെ ഇരുന്നാൽ പിന്നെ ചൂടായിട്ട് കരിയണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാടൻ രീതി, ഏകദേശം നാടൻ രീതി പോലെയെന്ന് പറയാൻ കാരണം ജീരകം മല്ലിയും മുഴുവൻ മല്ലിയൊക്കെ എടുത്തത് കൊണ്ടാണ്. അതിനൊരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ചൂടാറിയ ആ സമയത്ത് തന്നെ ഞാൻ പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വെക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ച് ചൂടായ സമയത്ത് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. അത് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഒരു 4 സബോള, ഒരു സാധാരണ മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത്. 4 സബോള എടുത്തിട്ടുണ്ട്. വലിയ സബോള വെച്ചാൽ 2 മതി കേട്ടോ. അപ്പോൾ ആ സബോള നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് അങ്ങനെയാണല്ലോ നല്ലത്. എന്നിട്ട് സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഒരു തക്കാളി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വലിയ തക്കാളി വെച്ചാൽ 1, ചെറുതാണെങ്കിൽ 2 ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ 2 കിലോ ചിക്കനിന് കുറച്ചെടുത്തിട്ട് ഞാൻ വറുക്കെടുത്തു. ബാക്കിയുള്ളതാണിത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടാവും. ഈ സമയം നമ്മൾ മിക്സർ ജാറിൽ പൊടിച്ച് വെച്ച പൊടിയില്ലേ, മസാലക്കൂട്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം, ആവശ്യത്തിന് ഗ്രേവി എത്രത്തോളം വേണം വെച്ചാൽ അതനുസരിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഈ തിക്കായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ്, അപ്പോഴത്തേനും ഒരു ഏകദേശമൊക്കെ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ വേവും കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്തോളൂ. ഞാൻ സബോള വഴറ്റുന്ന സമയത്ത് അത്യാവശ്യം കറിയിലേക്ക് ആവശ്യമുള്ളത് ചേർക്കാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ വറ്റൽമുളക് നല്ല എരിവുള്ള കാരണം ഞാനിനി കുരുമുളക് പൊടി ചേർക്കണില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഈ കറിയുടെ മണം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയും കാരണം ആ ജീരകവും കുരുമുളകും മല്ലിയൊക്കെ വറുത്തിട്ട് അതിൻ്റെ ആ മണം തന്നെ മതി കേട്ടോ. അപ്പം നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിലുള്ള ചിക്കൻ കറിയാണ്. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നേ തീ ഓഫാക്കാം. എനിക്കത് നല്ല ഇങ്ങനെ കട്ടിയായിട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. കുറച്ച് ഗ്രേവി ഉണ്ട്, അങ്ങനെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ ചിക്കൻ കറി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.